CH മുഹമ്മദ് കോയ പ്രതിഭ ക്വിസിലേക്കുള്ള പാർട്ട് 1 വീഡിയോ ആണിത്. അപ്പോൾ ഓരോ ചോദ്യത്തിനും ഉത്തരം എഴുതാനുള്ള സമയമുണ്ട്. അപ്പോൾ നിങ്ങളൊരു പേനയും പേപ്പറും എടുത്ത് എഴുതി നോക്കുക. ഉത്തരം അറിയാത്ത കൂട്ടുകാർ 1-2 തവണ വീഡിയോ കണ്ട് പഠിച്ച ശേഷം വീണ്ടും മോക്ക് ടെസ്റ്റ് പോലെ അറ്റൻഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഓക്കെ. ചോദ്യം 1. CH മുഹമ്മദ് കോയയുടെ ജന്മദിനം എന്നാണ്? CH മുഹമ്മദ് കോയയുടെ ജന്മദിനം എന്നാണ്? ഉത്തരം 1927 ജൂലൈ 15. ചോദ്യം 2. CH മുഹമ്മദ് കോയ ഏത് പാർട്ടിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? CH മുഹമ്മദ് കോയ ഏത് പാർട്ടിയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഉത്തരം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. ചോദ്യം 3. CH മുഹമ്മദ് കോയ കേരളത്തിൻ്റെ എത്രാമത്തെ മുഖ്യമന്ത്രിയായിരുന്നു? CH മുഹമ്മദ് കോയ കേരളത്തിൻ്റെ എത്രാമത്തെ മുഖ്യമന്ത്രിയായിരുന്നു? ഉത്തരം 8ാമത്തെ. ചോദ്യം 4. കേരളത്തിൽ ഏറ്റവും കുറച്ചു കാലം മുഖ്യമന്ത്രിയായ വ്യക്തി ആരാണ്? കേരളത്തിൽ ഏറ്റവും കുറച്ചു കാലം മുഖ്യമന്ത്രിയായ വ്യക്തി ആരാണ്? ഉത്തരം CH മുഹമ്മദ് കോയ. ചോദ്യം 5. എത്ര ദിവസങ്ങൾക്കാണ് CH മുഹമ്മദ് കോയ മുഖ്യമന്ത്രിയായി പ്രവർത്തിച്ചത്? എത്ര ദിവസങ്ങൾക്കാണ് CH മുഹമ്മദ് കോയ മുഖ്യമന്ത്രിയായി പ്രവർത്തിച്ചത്? ഉത്തരം 54 ദിവസങ്ങൾ. ചോദ്യം 6. കേരളത്തിൽ നിയമസഭാ സ്പീക്കറും മുഖ്യമന്ത്രിയുമായിരുന്ന ഏക വ്യക്തി ആരാണ്? കേരളത്തിൽ നിയമസഭാ സ്പീക്കറും മുഖ്യമന്ത്രിയുമായിരുന്ന ഏക വ്യക്തി ആരാണ്? ഉത്തരം CH മുഹമ്മദ് കോയ. ചോദ്യം 7. എത്ര മന്ത്രിസഭകളിൽ CH മുഹമ്മദ് കോയ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നു? എത്ര മന്ത്രിസഭകളിൽ CH മുഹമ്മദ് കോയ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നു? ഉത്തരം 6. ചോദ്യം 8. CH മുഹമ്മദ് കോയയുടെ പിതാവിൻ്റെ പേര് എന്തായിരുന്നു? CH മുഹമ്മദ് കോയയുടെ പിതാവിൻ്റെ പേര് എന്തായിരുന്നു? ഉത്തരം ആലി മുസ്ലിയാർ. ചോദ്യം 9. CH മുഹമ്മദ് കോയ എത്ര ലോകസഭാ തിരഞ്ഞെടുപ്പുകളിൽ വിജയിച്ചു? CH മുഹമ്മദ് കോയ എത്ര ലോകസഭാ തിരഞ്ഞെടുപ്പുകളിൽ വിജയിച്ചു? ഉത്തരം 2. ചോദ്യം 10. എൻ്റെ ഹജ്ജ് യാത്ര എന്ന പുസ്തകം പ്രസിദ്ധീകരിച്ചത് ഏതു വർഷമാണ്? എൻ്റെ ഹജ്ജ് യാത്ര എന്ന പുസ്തകം പ്രസിദ്ധീകരിച്ചത് ഏതു വർഷമാണ്? ഉത്തരം 1960. ചോദ്യം 11. CH മുഹമ്മദ് കോയയുടെ മക്കളുടെ പേരുകൾ എന്തൊക്കെയാണ്? CH മുഹമ്മദ് കോയയുടെ മക്കളുടെ പേരുകൾ എന്തൊക്കെയാണ്? ഉത്തരം ഹൗസിയ, മുനീർ, ഫരീദ. ഹൗസിയ, മുനീർ, ഫരീദ. ചോദ്യം 12. എവിടെയാണ് CH മുഹമ്മദ് കോയ അന്തരിച്ചത്? എവിടെയാണ് CH മുഹമ്മദ് കോയ അന്തരിച്ചത്? ഉത്തരം ഹൈദരാബാദ്. ചോദ്യം 13. കാലിക്കറ്റ് സർവകലാശാല സ്ഥാപിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത് ആരാണ്? കാലിക്കറ്റ് സർവകലാശാല സ്ഥാപിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത് ആരാണ്? ഉത്തരം CH മുഹമ്മദ് കോയ. ചോദ്യം 14. സോവിയറ്റ് യൂണിയൻ എന്ന പുസ്തകം CH മുഹമ്മദ് കോയ എഴുതിയ വർഷം ഏത്? സോവിയറ്റ് യൂണിയൻ എന്ന പുസ്തകം CH മുഹമ്മദ് കോയ എഴുതിയ വർഷം ഏതാണ്? ഉത്തരം 1974. ചോദ്യം 15.
CH മുഹമ്മദ് കോയയുടെ ഭാര്യയുടെ പേര് എന്താണ്? CH മുഹമ്മദ് കോയയുടെ ഭാര്യയുടെ പേര് എന്താണ്? ഉത്തരം KK ആമിന. ചോദ്യം 16. ലിബിയൻ ജമാഹിരിയ എന്ന പുസ്തകം CH മുഹമ്മദ് കോയ എഴുതിയ വർഷം ഏത്? ലിബിയൻ ജമാഹിരിയ എന്ന പുസ്തകം CH മുഹമ്മദ് കോയ എഴുതിയ വർഷം ഏതാണ്? ഉത്തരം 1982. ചോദ്യം 17. CH മുഹമ്മദ് കോയയുടെ ആദ്യ പുസ്തകം ലിയാഖത്ത് അലി ഖാൻ എത്രാമത്തെ വയസ്സിലാണ് പ്രസിദ്ധീകരിച്ചത്? CH മുഹമ്മദ് കോയയുടെ ആദ്യ പുസ്തകമായ ലിയാഖത്ത് അലി ഖാൻ എന്ന പുസ്തകം എത്രാമത്തെ വയസ്സിലാണ് പ്രസിദ്ധീകരിച്ചത്? ഉത്തരം 28ാമത്തെ വയസ്സിൽ. ചോദ്യം 18. CH മുഹമ്മദ് കോയ മഞ്ചേരിയിൽ നിന്നും ലോകസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വർഷം ഏത്? CH മുഹമ്മദ് കോയ മഞ്ചേരിയിൽ നിന്നും ലോകസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വർഷം ഏത്? ഉത്തരം 1973. ചോദ്യം 19. 1961 CH മുഹമ്മദ് കോയ ലോകസഭയിൽ അംഗമായ ശേഷം രാജിവെച്ച സ്ഥാനം ഏത്? 1961 CH മുഹമ്മദ് കോയ ലോകസഭയിലെ അംഗമായ ശേഷം രാജിവെച്ച സ്ഥാനം ഏതാണ്? ഉത്തരം നിയമസഭാ സ്പീക്കർ. ചോദ്യം 20. CH മുഹമ്മദ് കോയ 2 തവണ ഉപമുഖ്യമന്ത്രിയായിരുന്ന കാലയളവ് ഏതൊക്കെയാണ്? CH മുഹമ്മദ് കോയ ഉപമുഖ്യമന്ത്രിയായിരുന്ന കാലയളവ് ഏതൊക്കെയാണ്? ഉത്തരം 1981 1982 കാലഘട്ടത്തിലും അതുപോലെ തന്നെ 1982 മുതൽ 1983 വരെയും 1981 മുതൽ 82 വരെയും 1982 മുതൽ 1983 വരെയും അദ്ദേഹം ഉപമുഖ്യമന്ത്രിയായിരുന്നു. ചോദ്യം 21. CH മുഹമ്മദ് കോയയുടെ മരണം എത്രാമത്തെ വയസ്സിലാണ് സംഭവിച്ചത്? CH മുഹമ്മദ് കോയയുടെ മരണം എത്രാമത്തെ വയസ്സിലാണ് സംഭവിച്ചത്? ഉത്തരം 56ാമത്തെ വയസ്സിൽ. ചോദ്യം 22. ഞാൻ കണ്ട മലേഷ്യ എന്ന പുസ്തകം ഏത് വിഭാഗത്തിൽപ്പെടുന്നു? ഞാൻ കണ്ട മലേഷ്യ എന്ന പുസ്തകം ഏത് വിഭാഗത്തിൽപ്പെടുന്നു? ഉത്തരം യാത്രാവിവരണം. ചോദ്യം 23. CHന്റെ ആദ്യത്തെ ലോകസഭാംഗത്വം ഏത് മണ്ഡലത്തിൽ നിന്നാണ്? CHന്റെ ആദ്യത്തെ ലോകസഭാംഗത്വം ഏത് മണ്ഡലത്തിൽ നിന്നാണ്? ഉത്തരം കോഴിക്കോട് മണ്ഡലത്തിൽ നിന്ന്. ചോദ്യം 24. 1969 1970 കാലഘട്ടത്തിൽ വിദ്യാഭ്യാസ വകുപ്പിനോടൊപ്പം CH ഏത് വകുപ്പ് കൂടി കൈകാര്യം ചെയ്തിരുന്നു? 1969 1970 കാലഘട്ടത്തിൽ വിദ്യാഭ്യാസ വകുപ്പിനൊപ്പം CH ഏത് വകുപ്പ് കൂടി കൈകാര്യം ചെയ്തു? ഉത്തരം ആഭ്യന്തര വകുപ്പ്. ചോദ്യം 25. 1981 CH കേരളത്തിൻ്റെ
ഉപമുഖ്യമന്ത്രിയായപ്പോൾ ആരായിരുന്നു മുഖ്യമന്ത്രി? 1981 CH കേരളത്തിൻ്റെ ഉപമുഖ്യമന്ത്രിയായപ്പോൾ ആരായിരുന്നു മുഖ്യമന്ത്രി? ഉത്തരം K കരുണാകരൻ. ചോദ്യം 26. 1967 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ CH വിജയിച്ച മണ്ഡലം ഏതാണ്? 1967 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ CH വിജയിച്ച മണ്ഡലം ഏതാണ്? ഉത്തരം മങ്കട. ചോദ്യം 27. രണ്ടാമത്തെ തവണ ലോകസഭാംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏത് മണ്ഡലത്തിൽ നിന്നാണ്? CH രണ്ടാമത്തെ തവണ ലോകസഭാംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏത് മണ്ഡലത്തിൽ നിന്നാണ്? ഉത്തരം മഞ്ചേരി. ചോദ്യം 28. CH വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രധാന സംഭാവന എന്തായിരുന്നു? CH വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പ്രധാന സംഭാവന എന്താണ്? ഉത്തരം ഹൈസ്കൂൾ വിദ്യാഭ്യാസം സൗജന്യമാക്കൽ. ചോദ്യം 29. 1961 CH നിയമസഭാ സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏത് നേതാവ് അന്തരിച്ച സാഹചര്യത്തിൽ ആയിരുന്നു? 1961 CH നിയമസഭാ സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏത് നേതാവ് അന്തരിച്ച സാഹചര്യത്തിൽ ആയിരുന്നു? ഉത്തരം സീതി സാഹിബ്. ചോദ്യം 30. 2024 ഒളിമ്പിക്സ് നടന്നത് എവിടെയാണ്? 2024 ഒളിമ്പിക്സ് നടന്നത് എവിടെയാണ്? ഉത്തരം ഫ്രാൻസിലെ പാരീസ് നഗരത്തിൽ. ചോദ്യം 31. സുപ്രീം കോടതിയിലെ ആദ്യ വനിതാ ജഡ്ജിയായി നിയമിക്കപ്പെട്ടത് ഒരു മലയാളി ആയിരുന്നു. എന്താണ് അവരുടെ പേര്? സുപ്രീം കോടതിയിലെ ആദ്യ വനിതാ ജഡ്ജിയായി നിയമിക്കപ്പെട്ടത് ഒരു മലയാളിയായിരുന്നു. എന്താണ് അവരുടെ പേര്? ഉത്തരം ജസ്റ്റിസ് ഫാത്തിമ ബീവി. ചോദ്യം 32. ജസ്റ്റിസ് ഫാത്തിമ ബീവി സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസായ വർഷം. ജസ്റ്റിസ് ഫാത്തിമ ബീവി സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസായ വർഷം ഏതാണ്? ഉത്തരം 1989. ചോദ്യം 33. കേരളത്തിൽ നിന്ന് ജ്ഞാനപീഠം ലഭിച്ച വ്യക്തികളുടെ എണ്ണം. കേരളത്തിൽ നിന്ന് ജ്ഞാനപീഠം ലഭിച്ച വ്യക്തികളുടെ എണ്ണം എത്രയാണ്? ഉത്തരം 6 പേർ. ചോദ്യം 34. കേരളത്തിൽ നിന്ന് അവസാനമായി ജ്ഞാനപീഠം ലഭിച്ചത് ആർക്കാണ്? കേരളത്തിൽ നിന്ന് അവസാനമായി ജ്ഞാനപീഠം ലഭിച്ചത് ആർക്കാണ്? ഉത്തരം അക്കിത്തം അച്യുതൻ നമ്പൂതിരി. ചോദ്യം 35. കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരാണ്? കേരളത്തിലെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി ആരായിരുന്നു? ഉത്തരം പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി. ചോദ്യം 36. കേരള ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ മന്ത്രിസഭകളിൽ വിദ്യാഭ്യാസ മന്ത്രിയായ വ്യക്തി ആരാണ്? കേരള ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ മന്ത്രിസഭകളിൽ വിദ്യാഭ്യാസ മന്ത്രിയായ വ്യക്തി ആരാണ്? ഉത്തരം CH മുഹമ്മദ് കോയ. ചോദ്യം 37. കൈറ്റിൻ്റെ പൂർണ്ണരൂപം എന്താണ്? കൈറ്റിൻ്റെ പൂർണ്ണരൂപം എന്താണ്? ഉത്തരം
കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ. ചോദ്യം 38. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന പുഴ ഏതാണ്? സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന പുഴ ഏതാണ്? ഉത്തരം കുന്തിപ്പുഴ. ചോദ്യം 39. ഇന്ത്യൻ പാർലമെന്റിൽ സംയുക്ത സമ്മേളനം വിളിച്ചുകൂട്ടുന്നത് ആരാണ്? ഇന്ത്യൻ പാർലമെന്റിൽ സംയുക്ത സമ്മേളനം വിളിച്ചുകൂട്ടുന്നത് ആരാണ്? ഉത്തരം രാഷ്ട്രപതി. ചോദ്യം 40. ഇന്ത്യൻ പാർലമെന്റിൽ സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ആരാണ്? ഇന്ത്യൻ പാർലമെന്റിൽ സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ആരാണ്? ഉത്തരം ലോകസഭാ സ്പീക്കർ. ചോദ്യം 41. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം രാജാറാം മോഹൻ റായ്. ചോദ്യം 42. 1924 നടന്ന വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? 1924 നടന്ന വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? ഉത്തരം ടി.കെ. മാധവൻ. വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം എന്നാണ്? വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം എന്നാണ്? ഉത്തരം 1924. ചോദ്യം 44. കേരള സുഭാഷ് ചന്ദ്രബോസ് എന്നറിയപ്പെടുന്നത് ആരാണ്? കേരള സുഭാഷ് ചന്ദ്രബോസ് എന്ന് അറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്. ചോദ്യം 45. നെല്ലിക്കയിൽ അടങ്ങിയിരിക്കുന്ന ഒരു വിറ്റാമിനായ ആസിഡ് ഏതാണ്? നെല്ലിക്കയിൽ അടങ്ങിയിരിക്കുന്ന ഒരു വിറ്റാമിനായ ആസിഡ് ഏത്? ഉത്തരം അസ്കോർബിക് ആസിഡ് അഥവാ വിറ്റാമിൻ സി. ചോദ്യം 46. ദേശീയ ബഹിരാകാശ ദിനം എന്നാണ്? ദേശീയ ബഹിരാകാശ ദിനം എന്നാണ്? ഉത്തരം ആഗസ്റ്റ് 23. ചോദ്യം 47. അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ഉത്തരം ലക്ഷദ്വീപ്. ചോദ്യം 48. പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുത്ത സ്പോർട്സ് താരങ്ങൾ ഒരു നദിയിലൂടെ സഞ്ചരിച്ചാണ് കായികവേദിയിൽ എത്തിച്ചേർന്നത്. പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുത്ത സ്പോർട്സ് താരങ്ങൾ ഒരു നദിയിലൂടെ സഞ്ചരിച്ചാണ് കായികവേദിയിൽ എത്തിയത്. പാരീസ് നഗരത്തിലൂടെ ഒഴുകുന്ന ഈ നദിയുടെ പേര് എന്താണ്? ഉത്തരം സെൻ നദി. ചോദ്യം 49. ലക്ഷദ്വീപിലെ മാതൃഭാഷ ഏതാണ്? ലക്ഷദ്വീപിലെ മാതൃഭാഷ ഏതാണ്? ഉത്തരം മലയാളം. ചോദ്യം 50. 500 രൂപ നോട്ടിൽ ആലേഖനം ചെയ്തിരിക്കുന്ന ചരിത്ര സ്മാരകം ഏതാണ്? 500 രൂപ നോട്ടിൽ ആലേഖനം ചെയ്തിരിക്കുന്ന ചരിത്ര സ്മാരകം ഏതാണ്? ഉത്തരം ചെങ്കോട്ട അഥവാ റെഡ് ഫോർട്ട്. നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ.
ഇനി നിങ്ങൾക്കുള്ള ചോദ്യമാണ് ചോദ്യം 1. ആരുടെ ജന്മദിനമാണ് അധ്യാപക ദിനമായി ആചരിക്കുന്നത്? ആരുടെ ജന്മദിനമാണ് അധ്യാപക ദിനമായി ആചരിക്കുന്നത്? ചോദ്യം 2. ഇന്ത്യൻ പ്രസിഡൻ്റായ ആദ്യ മലയാളി ആരാണ്? ഇന്ത്യൻ പ്രസിഡൻ്റായ ആദ്യ മലയാളി ആരാണ്? നിങ്ങളുടെ ഉത്തരം കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ബൈ.